നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ എല്ലാം കയ്യിലുള്ള അല്ലെങ്കിൽ എപ്പോഴും മുന്നിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. സ്ക്രീനുകൾ. സ്ക്രീനുകൾ. അതെ. അവയില്ലാതെ ഒരു ദിവസം ചിലപ്പോ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാവും പലരും. അപ്പോ ഈ സ്ക്രീൻ സമയം നമ്മുടെ ജീവിതത്തെ ശരിക്കും എങ്ങനെയാ മാറ്റിമറിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യം കാണിച്ചത് എന്തായാലും നന്നായി. ശരിയാണ്. കാരണം ഇതിന്റെ ഒരു എന്താ പറയുക, സ്വാധീനം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കാം. അതെ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ പലതരം സോഴ്സുകളാണ്. സാധാരണ ആരോഗ്യ വെബ്സൈറ്റുകൾ, പിന്നെ കുറച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ, WHO റിപ്പോർട്ടുകൾ, പിന്നെ ഈ റെഡിറ്റ് കമ്മ്യൂണിറ്റികളിലെ ചർച്ചകൾ വരെ നമ്മൾ നോക്കുന്നുണ്ടല്ലേ? ആർനോ സർഫ് പോലുള്ളവ. അതെ. സ്ക്രിപ്സ് ഹെൽത്ത്, MSU എക്സ്റ്റൻഷൻ, മെഡ്ക്രേവ് ഓൺലൈൻ, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ ഒരു പഠനം, ഐജാം പഠനം, അങ്ങനെ കുറേയുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ലക്ഷ്യം ഇതൊക്കെ വെച്ച് ഒരു ഏകദേശ ചിത്രം തരാനാണ്. കുട്ടികൾ, മുതിർന്നവർ എല്ലാവരെയും ഇതെങ്ങനെ ബാധിക്കുന്നു, ആരോഗ്യം, ചിന്തകൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാത്തിനെയും. പിന്നെ ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു ബാലൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതും. അതെ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യമേ തന്നെ ഈ സ്ക്രീൻ ഉപയോഗം എത്രത്തോളമുണ്ട്, അതിൻ്റെ ഒരു വ്യാപ്തി, കണക്കുകൾ കുറച്ച് ഞെട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു. കണക്കുകൾ കുറച്ച് അധികം തന്നെയാണ്. ഇപ്പോൾ സ്ക്രിപ്സ് ഹെൽത്ത് പറയുന്നത് മുതിർന്നവർ ഒരു ശരാശരി 7 മണിക്കൂറിലധികം ദിവസവും സ്ക്രീനിന് മുന്നിലാണെന്നാണ്. 7 മണിക്കൂറോ? ദിവസവും? അതെ, ദിവസവും 7 മണിക്കൂർ. അത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ വലിയൊരു ഭാഗം തന്നെയല്ലേ? ആണ്. ഇത് സാധാരണ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടുള്ള കണക്കാണോ അതോ? ഇത് രണ്ടും കൂടെ വരും. ജോലിയുടെ ഭാഗമായും പിന്നെ വൈകുന്നേരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഫോൺ നോക്കുമല്ലോ, അതും കൂടെ ചേർന്നുള്ള കണക്കാണ് സാധ്യത. ഓക്കെ. കൗമാരക്കാരുടെ കാര്യമോ? അവരിലാണല്ലോ ഇതിന്റെ ഉപയോഗം കൂടുതലെന്ന് കേൾക്കുന്നത്. ശരിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ, അതായത് WHO കണക്ക് നോക്കിയാൽ ഈ പ്രശ്നകരമായ സോഷ്യൽ മീഡിയ ഉപയോഗം ശരിക്കും കൂടുന്നുണ്ട്. ആണോ? 2018 ഏകദേശം ഒരു 7%. അത് 2022 ആയപ്പോഴേക്കും 11%. ഹോ. ഗെയിമിങ്ങിന്റെ കാര്യത്തിലും ഏതാണ്ട് ഇതുപോലെയാണ്. ഒരു 12% പേർക്ക് ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അയ്യോ. കുട്ടികളുടെ കാര്യമോ? ചെറിയ കുട്ടികൾ? കുട്ടികളും ഒട്ടും പിന്നിലല്ല. ക്ലിനിക്കൽ സൈക്കോളജി അസോസിയേറ്റ്സ് ഒക്കെ പറയുന്നത് കുട്ടികൾ ദിവസവും 4 മുതൽ 7 മണിക്കൂർ വരെ സ്ക്രീനിൽ സമയം ചെലവഴിക്കുന്നുണ്ടെന്നാണ്. 4 മുതൽ 7 മണിക്കൂറോ? അതെ. ഇനിയിപ്പോ ഈ ആർനോ സർഫ് പോലുള്ള ഫോറങ്ങളിൽ നോക്കിയാൽ ആളുകൾ ഇതിലും വലിയ കണക്കുകളാണ് പറയുന്നത്. ചിലരൊക്കെ 14 മണിക്കൂർ, 18 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ. 18 മണിക്കൂറോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു തരം അഡിക്ഷൻ ലെവലിലേക്ക് എത്തുന്നുണ്ട് പലർക്കും. ശരിയാണ്. പക്ഷേ ഈ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു സംശയം. എല്ലാ സ്ക്രീൻ ടൈമും ഒരുപോലെയാണോ? അതായത് ഇപ്പൊ നമ്മൾ ജോലിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അതൊരു കാര്യം. പിന്നെ സിനിമ കാണുന്നു, സോഷ്യൽ മീഡിയ വെറുതെ നോക്കിയിരിക്കുന്നു, ഇതൊക്കെ ഒന്നാണോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ നോക്കിയ സോഴ്സുകളിൽ, പ്രത്യേകിച്ച് സ്ക്രിപ്സ് ഹെൽത്തിലും റെഡിറ്റ് ചർച്ചകളിലുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എത്ര സമയം എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ, എന്തിന് നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുന്നുവെന്നതാണ്. അതെങ്ങനെയാണ്? അതായത് ഈ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന് പറയില്ലേ, പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ ഇങ്ങനെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി ഓൺലൈനിൽ നോക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് അത്യാവശ്യമായി സംസാരിക്കുന്നതിൽ നിന്നോ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ഈ ആക്റ്റീവ് ഉപയോഗം, പാസീവ് ഉപയോഗം എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട് അല്ലേ? തീർച്ചയായും. ഒരു ഡോക്യുമെന്ററി ശ്രദ്ധിച്ച് കാണുന്നത് പാസീവാണെങ്കിലും നമ്മൾ വെറുതെ റീൽസ് കണ്ട് സമയം കളയുന്ന പോലെയല്ല. ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നത് കുറച്ചുകൂടി ആക്റ്റീവാണ്. ശരി. ജോലിക്ക് വേണ്ടി ചിലപ്പോ 8 മണിക്കൂർ സ്ക്രീനിന് മുന്നിൽ ഇരിക്കേണ്ടി വരും. അതൊഴിവാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും മണിക്കൂറുകളോളം ഫോണിൽ തന്നെ ഇരിക്കുന്നത്, അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അതെ, ആ തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഈ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് ഈ പാസീവായ ഉപയോഗം, നമ്മുടെ ശരീരത്തെ എങ്ങനെയാ ബാധിക്കുന്നത്? ഈ കണ്ണുവേദന, കഴുത്തുവേദന, ഇതൊക്കെ തന്നെയല്ലേ മെയിൻ? അതെ, അതൊക്കെ സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ തന്നെ. ഈ പറയുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, അതായത് കണ്ണിന് വരുന്ന ആയാസം, തലവേദന, കഴുത്തുവേദന, തോൾവേദന, പുറംവേദന, ഇതൊക്കെ മിക്ക ആരോഗ്യ സൈറ്റുകളും സ്ക്രിപ്സ് ആയാലും MSU എക്സ്റ്റൻഷൻ ആയാലും പറയുന്നുണ്ട്. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പല്ലേ? അത് ശരിയാണ്.
ഈ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ എന്തെങ്കിലും എളുപ്പപ്പണിയുണ്ടോ? ആ അതിനൊരു 20-20-20 റൂളുണ്ട്. സ്ക്രിപ്സ് ഹെൽത്തൊക്കെ അത് പറയാറുണ്ട്. 20-20-20 അതെന്താ? ഓരോ 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗം കഴിയുമ്പോഴും ഒരു 20 അടി ദൂരെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് ഒരു 20 സെക്കൻഡ് നേരം നോക്കുക. അപ്പോ കണ്ണിന്റെ പേശികൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. ഓ, അത് കൊള്ളാമല്ലോ. 20 മിനിറ്റിൽ 20 അടി ദൂരേക്ക് 20 സെക്കൻഡ് ഓർത്തുവെക്കാം. അതെ. പിന്നെ MSU എക്സ്റ്റൻഷൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം, ബ്ലൂ ലൈറ്റ്, ആ, കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട്. അതിന്റെ ഉൽപ്പാദനത്തെ അത് കുറയ്ക്കും. ഓഹോ. അപ്പൊ പിന്നെ ഉറക്കം വരാൻ വൈകും. ചിലപ്പോൾ കിട്ടുന്ന ഉറക്കത്തിന്റെ ഒരു നിലവാരം മറയും. അപ്പോ ഉറക്കമില്ലായ്മയ്ക്കും ഇതൊരു കാരണമാണ്. ശരി. ഈ ശാരീരിക പ്രശ്നങ്ങൾ ഓക്കെ. ഇനി മാനസികാരോഗ്യത്തിന്റെ കാര്യം നോക്കിയാലോ? ഈ സ്ക്രീൻ ഉപയോഗവും നമ്മുടെ മൂഡും തമ്മിൽ ബന്ധമുണ്ടോ? ഓ, തീർച്ചയായുമുണ്ട്. വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ സ്ക്രിപ്സ് ഹെൽത്ത്, MSU എക്സ്റ്റൻഷനൊക്കെ പറയുന്നത് സ്ട്രെസ് കൂടാനും ഉത്കണ്ഠ കൂടാനുമൊക്കെ ഇത് കാരണമാവാമെന്നാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, അവിടെ കാണുന്ന ആ പെർഫെക്റ്റ് ജീവിതങ്ങൾ, എപ്പോഴും സന്തോഷം, അതുമായി നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യും. അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ, ആത്മാഭിമാനത്തെയൊക്കെ ബാധിക്കാം. ശരിയാണ്. ഈ മെഡ്ക്രേവ് ഓൺലൈനിലെ കൗമാരക്കാരെക്കുറിച്ചുള്ള പഠനങ്ങളും മെഡിക്കൽ ന്യൂസ് ടുഡേ MNT പോലുള്ള സൈറ്റുകളും വിഷാദരോഗ സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ തന്നെ ഒരു സ്ട്രെസ് അല്ലേ? എപ്പോഴും എന്തോ മിസ്സാവുന്നു എന്നൊരു പേടി. ഫോമോ എന്ന് പറയില്ലേ? അതെ. ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. MSC എക്സ്റ്റൻഷൻ അത് കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ വിഭജിച്ചു പോവുകയാണ്. ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. ഇത് ചിലപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു തളർച്ച, ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറയും, അതിനു വരെ കാരണമാവാം. ഡിസിഷൻ ഫെറ്റീഗ്. അതെ. എന്തിൽ ശ്രദ്ധിക്കണം, എപ്പോൾ മറുപടി കൊടുക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ നമ്മളെ അറിയാതെ തളർത്തും. കൊള്ളാം. കൗമാരക്കാരുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രായമല്ലേ? വളരെ ശരിയാണ്. മെഡ്ക്രേവിലെ പഠനങ്ങൾ പറയുന്നത് ദിവസവും 1 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം, അതും ഈ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെ അത്ര നല്ല രീതിയിലല്ല ബാധിക്കുന്നത് എന്നാണ്. ഓക്കെ, അതെങ്ങനെ? കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കുറയുക, ആത്മാഭിമാനക്കുറവ് തോന്നുക, പിന്നെ പെട്ടെന്ന് ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള മൂടുമാറ്റങ്ങൾ, ഇതൊക്കെ വരാം. ഇനി വേറൊരു കാര്യം, വിനോദത്തിനു വേണ്ടി മാത്രം ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികളിലും കൗമാരക്കാരിലും പൊണ്ണത്തടി, ഉത്കണ്ഠ, ഈ സാമൂഹികമായ പേടിയില്ലേ, സോഷ്യൽ ഫോബിയ, വിഷാദം, എടുത്തുചാട്ടം, ദേഷ്യം, ആക്രമണ സ്വഭാവം, ഇതിനൊക്കെയുള്ള സാധ്യത കൂടുന്നതായും ഇതേ പഠനങ്ങൾ പറയുന്നു.